സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. ഇപ്പോൾ പത്തനംതിട്ട ആറന്മുളയിൽ നിന്നും ആശങ്കാജനകമായ മഴ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി മനോജ് പങ്കുവയ്ക്കുന്നത്. ആറന്മുള റോഡുകളിലും കടകളിലും ഒക്കെ വെള്ളം കയറി എന്നുള്ള വിവരം മനോജ് ഉണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. മനോജെ, ഇപ്പോൾ മഴ തുടരുകയാണ്. എങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആറന്മുളയിൽ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണോ? അശ്വതി, നിലവിലിപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. എന്നാൽ പോലും ഈ റോഡുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ തന്നെ വെള്ളം ഒഴുകിയെത്തുകയാണ്. പമ്പയാർ നിറഞ്ഞതോടുകൂടി തന്നെ ഈ ആറന്മുളയുടെ ക്ഷേത്രത്തിന് മുന്നിലുള്ള റോഡിലും ഈ ജംഗ്ഷനിലുമൊക്കെ ഇങ്ങനെ ആറിൽ നിന്നും നേരിട്ട് വെള്ളം ഒഴുകിയെത്തുകയാണ്. ഒരുപാട് വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം. ഈ ജംഗ്ഷനിലൊക്കെ കടകളുണ്ട്. ഈ കടകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. നല്ല ഒഴുക്കുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. വലിയ രീതിയിലുള്ള ഒഴുക്ക് ഈ വെള്ളം ഒഴുകി എത്തുകയാണ്. ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ചിലരെ ലോറിയിലൊക്കെ ഓരോ സ്ഥലത്തു നിന്നും മാറ്റുന്നുണ്ട്. ഇങ്ങനെ ചേട്ടാ, എങ്ങനെയുണ്ട്? ഒഴുക്കാണ് അങ്ങോട്ട്? നല്ല ഒഴുക്കാണ്. ഞങ്ങൾ വെള്ളം ഇവിടെ നോക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ കീഴമ്പഴി കരയാണ്. എന്തെങ്കിലും ഇല്ല, ഇന്നലെ രാത്രി മൊത്തം ഞങ്ങൾ ഇവിടെ ആയിരുന്നു. ഇന്നലെ രാത്രി ഒറ്റ രാത്രി കൊണ്ട് നിറഞ്ഞ വെള്ളമാണിത്. കാര്യം 18-ലെ വെള്ളപ്പൊക്കത്തിന് സമാനമായിട്ടുള്ളൊരു വെള്ളമാണിത്. ഒഴുക്കുണ്ട്. ഉരുൾ പൊട്ടിയിട്ടുണ്ട്. നമ്മുടെ റാന്നിയിൽ ഉരുൾ പൊട്ടിയിട്ടുണ്ട്. അതാണ്. തീർച്ചയായും നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. വലിയ രീതിയിലുള്ള ഒഴുക്ക് ഈ ഭാഗത്തുണ്ട്. ആറന്മുളയിലെ റോഡുകളിൽ മുഴുവൻ വെള്ളമാണ്. കുട്ടികളും അതോടൊപ്പം തന്നെ മുതിർന്നവരുമൊക്കെ ഈ റോഡുകളിലൂടെ നടന്ന് വരുന്നതും കാണാം. ഈ ജംഗ്ഷന് ചുറ്റും ഇങ്ങനെ വെള്ളം 3 റോഡിലൂടെയും വെള്ളം ഒഴുകിയെത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ വെള്ളത്തിലാണ് നിൽക്കാൻ കഴിയുക. അല്ലാതെ സൈഡിലേക്കൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്തേക്കും നടന്നെത്താൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ ചെറിയ തോണികളിലും അതോടൊപ്പം തന്നെ ഈ വലിയ വണ്ടികളിലുമൊക്കെയാണ് ആളുകളെ മാറ്റുന്നത്. ഇവിടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. കാരണം ഈ റോഡിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം വീടുകളിലേക്ക് കൂടെ കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീടുകളിൽ നിന്നും ചിലരെയൊക്കെ മാറ്റുന്ന നടപടികളൊക്കെ തുടരുകയാണ്. എന്തായാലും മറ്റ് സംവിധാനങ്ങളൊന്നും ഇങ്ങോട്ടേക്ക്, അതായത് ഫയർഫോഴ്സിൻ്റെ സംവിധാനമോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ തല വകുപ്പുകളുടെ സംവിധാനമൊന്നും ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ചില പ്രദേശങ്ങളിലാണ് മറ്റ് സഹായങ്ങളൊക്കെ നടക്കുന്നത്, അതല്ലെങ്കിൽ ഈ ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടിയൊക്കെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാം. എന്തായാലും ഇവിടെ വലിയ ഒഴുക്കാണ്. ഈ വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകിയെത്തുമ്പോൾ അതിൽ നടക്കാനാവാതെ ചിലരൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ കടകളിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ പന്തളം ആറന്മുള റോഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതേസമയം തന്നെ ഇതിന് സമീപത്തായ ഒരു പെട്രോൾ പമ്പുണ്ട്. ആ പെട്രോൾ പമ്പിന് ഉള്ളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ആളുകളൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. കൂടുതലായും രക്ഷാപ്രവർത്തനത്തിനൊക്കെ എത്തുന്ന ആളുകളുണ്ട്. വലിയ ലോറികളിലൊക്കെ പോകുന്ന ആളുകളെ നമ്മൾ കണ്ടിരുന്നു. ഏതായാലും ഈ ഒരു സമയം ഇവിടേക്ക് ഒരുപാട് പേർ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ റോഡ് എന്ന് പറയുന്നത് 3 റോഡ് വന്ന് ചേരുന്ന ഒരു ജംഗ്ഷനാണ്. ഇവിടെ ഒരു ആൽത്തറയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ക്ഷേത്രമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടേക്ക് എത്തുന്ന ആളുകളാണ്. ഇവിടെ എത്തി മറ്റ് വീടുകൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ ഉള്ളിൽ ആളുകൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ മാറ്റുന്ന ഒരു കാര്യം കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ചേട്ടാ, ഇവിടെ നേരത്തെ നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി എത്തിയവരാണോ? അതെ അതെ, പറഞ്ഞു. ഇവിടെ ഈ ഭാഗത്തൊക്കെ ആറന്മുള മുങ്ങും. ആറന്മുള മുങ്ങും. ഇനി വെള്ളം കയറാൻ സ്ഥലമില്ല. തിരുവാറണപ്പന്റെ പടി വരെ വെള്ളം കയറും. ഈ കണ്ടം മൊത്തം മുങ്ങിയാലേ ഇവിടെ വെള്ളം കയറത്തുള്ളൂ, അല്ലാതെ കയറത്തില്ല. ഈ കണ്ടം മുഴുക്ക മുങ്ങണം. ആ ചാല് കണ്ടം മുങ്ങാനായിട്ടൊന്നുമില്ല. ഈ വരവാ തന്നെയാണ്. ഈ ഭാഗത്ത് മുഴുവനും വെള്ളം കയറിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രയധികം ഒഴുക്കോട് കൂടിയാണ് വെള്ളം ഇവിടേക്ക് എത്തുന്നത്. വലിയ തരത്തിലുള്ള ആശങ്ക തന്നെയാണ് ഇവിടെയുള്ളത്. കാരണം ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം. ഇപ്പോഴും പ്രവർത്തിക്കുന്ന കടകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ചില മെഡിക്കൽ സ്റ്റോറുകളൊക്കെ ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം അവിടേക്ക് വെള്ളമൊന്നും കയറിയിട്ടില്ല. എങ്കിൽ പോലും വലിയൊരു ആശങ്ക നിലനിൽക്കുന്നത് ഈ വെള്ളം ഇങ്ങനെ ഒഴുക്ക് തുടർന്നു കഴിഞ്ഞാൽ ഈ കൂടുതൽ വീടുകളിലേക്ക് അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളിലേക്കൊക്കെ
വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ്. ഇതിൽ വെള്ളം ഒഴുകിയെത്തുന്ന വേഗത കൂടെ നമ്മൾ നോക്കണം. അത്രയധികം വേഗതയിലാണ് വെള്ളം ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ ചില ആശങ്ക, റോഡിലൂടെയൊക്കെ പോകുമ്പോഴുള്ള ആശങ്കയുണ്ട്. വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം വലിയ ചില വാഹനങ്ങൾക്ക് മാത്രമേ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇങ്ങോട്ടേക്ക് എത്താൻ സാധിക്കുന്നുള്ളൂ. ചെറിയ വാഹനങ്ങളൊന്നും തന്നെ ഈ റോഡിലൂടെ കടന്നു പോകില്ല. നിരവധി വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്ന റോഡാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഈ തരത്തിലേക്ക് മാറിയത്. വെള്ളം ഇങ്ങനെ ഒഴുകിയെത്തുന്നു. ആ ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കും. ആൽത്തറ ആണ്. ഈ ആൽത്തറയിലുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റും വെള്ളം ഇപ്പോൾ നിറഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഭാഗത്തൊക്കെ ചില തോണികൾ, നമ്മൾ വരുമ്പോൾ ചില ചെറിയ തോണികളുമായി ആളുകൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് കണ്ടിരുന്നു. അതേസമയം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോറികളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുള്ള ചില പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള നാട്ടുകാരുമൊക്കെയാണ് ഈ ആറന്മുള ജംഗ്ഷനിൽ ഉള്ള ആൽത്തറയുടെ ഭാഗത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനൊക്കെ സുരക്ഷിതമായി കെട്ടി വെക്കുകയാണ് ആ ചെറിയ ക്ഷേത്രം. ഇവിടെ ഇത്തരത്തിൽ വെള്ളം വരുന്നത് 2018 അല്ല, എല്ലാ വർഷം വരുന്നതാണ്. എല്ലാ വർഷം വരുന്നതാണ്. 18 കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ. ഇപ്പോൾ ഇത്തവണ വലിയ ഒഴുക്കാണ്. നല്ല ഒഴുക്കുണ്ട്, നല്ല ഒഴുക്കുണ്ട്. വെള്ളമേ ഉള്ളൂ. പക്ഷെ പ്രളയത്തോട് സമാനമായിട്ടുള്ള രീതിയിലായിട്ടില്ല. പിന്നെ അറിയത്തില്ല, മഴ കനത്താൽ പോയി പരിപാടി കഴിഞ്ഞു. മുങ്ങിയത്, ഈ കടയെല്ലാം മുങ്ങിയത് ഈ പ്രളയത്തിന്. അവിടെ പ്രളയം സാധാരണ മഴ വരുമ്പോൾ ഇവിടെ വെള്ളം കയറാറുണ്ട്. പക്ഷേ ഇത്തവണ പ്രളയത്തിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ. തീർച്ചയായും 2018 അന്ന് ഈ വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നത്. കടകൾക്ക് മുകളിലേക്ക് അടക്കം വെള്ളം കയറിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അത്രയും ഒരു ആശങ്കയില്ലെങ്കിൽ പോലും ഈ ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കും. വലിയ രീതിയിലുള്ള ഒഴുക്ക്, ഈ റോഡിലൂടെ വെള്ളം അങ്ങനെ ഒഴുകി പോകുന്നു. അവിടെ നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. ഈ ഒഴുക്കുള്ളത് കാരണം തന്നെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ അവിടെ നിന്നും ആളുകൾ സാധനങ്ങളുമായി ഇങ്ങോട്ടേക്ക് എത്തുന്നതാണ്. അവിടെയൊക്കെ താമസിച്ചിരുന്നവരാണ് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് വരുന്നത് നമുക്ക് കാണാം. ഈ അവിടെ താമസിച്ചിരുന്ന ആളുകളെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു അമ്മയെയും അതോടൊപ്പം തന്നെ കുട്ടികളൊക്കെ ചേർന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. അവിടെയുള്ള ആളുകളൊക്കെ ചേർന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. വലിയ ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒഴുക്കിനെ അതിജീവിച്ചുകൊണ്ടാണ് അവരിങ്ങോട്ട് വരുന്നത്. അവരെ സഹായിക്കാനായി ഇവിടെ രക്ഷാപ്രവർത്തകരുമുണ്ട്. അതിൻ്റെ ഭാഗമായി നാട്ടുകാർ തന്നെയാണ് ഇവിടെ കൂടുതലായും ഈ ഭാഗത്തേക്ക് എത്തുന്നത്. ഈ ഒഴുക്കിൻ്റെ ഒരു ശക്തി നമുക്ക് മനസ്സിലാക്കാം. എല്ലാ ഭാഗത്തേക്കും, റോഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒഴുക്ക് അങ്ങനെ തുടരുകയാണ്. ഈ ഒഴുകിയെത്തുന്ന ജലം പല സ്ഥലങ്ങളിലായി പോകുന്നുണ്ട്. തീർച്ചയായും മനോജ്, ഭയാനകമായ ദൃശ്യങ്ങളാണ്. ആറന്മുളയിൽ വലിയ രീതിയിൽ വെള്ളപ്പാച്ചിലാണ്. പമ്പാ നദി കരകവിഞ്ഞൊഴുകുകയാണ്. ജനങ്ങളെല്ലാം വളരെയധികം ആശങ്കാജനകമായ ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. ആറന്മുളയിൽ അതിശക്തമായ മഴയിൽ വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുകയാണ്. മനോജാണ് അവിടെ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നൽകാൻ ചേരുന്നത്. മനോജ്, ആറന്മുളയിൽ നിലവിൽ എന്താണ് സാഹചര്യം? കടയടക്കം വീടുകളടക്കം വെള്ളത്തിൽ മുങ്ങിയ ഒരു അവസ്ഥയാണ്. ആശങ്കാജനകമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പലരും അത്യാവശ്യ സാധനങ്ങളുമായി വീടുകളിൽ നിന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനുള്ള ഒരു അവസ്ഥയിലേക്ക് കടക്കുകയാണ്. എന്താണ് മനോജ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും ഈ വീടുകളിൽ നിന്നും ചിലരെയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. അവിടെയൊക്കെ വെള്ളം കയറിയോ? വീട്ടിലൊക്കെ നല്ല കയറ്റോ. വീടുകളിലൊക്കെ വെള്ളം കയറി അവർ സാധനങ്ങളുമായി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു അമ്മയെ രണ്ടുപേർ ചേർന്ന് ഇവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. കുട്ടികളും അടക്കം ഉണ്ട്. വീട്ടിലെ മുഴുവൻ ആളുകളും അവിടെ നിന്നും മാറി താമസിക്കുകയാണ്. ഇവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ അങ്ങനെ ഈ ജംഗ്ഷനിൽ നിൽക്കുന്നുണ്ട്. കാരണം ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇങ്ങനെ കൂടുന്തോറും അങ്ങനെ ആശങ്ക പടരുകയാണ്. ഈ വീടുകളിൽ നിന്നൊക്കെയാണ് ആളുകളെ ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഇവിടുത്തെ വീടുകളിൽ നിന്നൊക്കെ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ ആളിനെ കൊണ്ടുപോകുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ട് 2018 കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു ഇതായി വെള്ളത്തിൻ്റെ ഇതായി. അതേ മോഡലുള്ള അതേ സെയിം ഒരു സാധനം ഇപ്പോൾ ഈ കാണുന്നു. എല്ലാ റോഡുകളിലും വെള്ളമായാലും എല്ലാ റോഡിലും 4 ചുറ്റുപാടുമുള്ള അങ്ങ് കോഴിപ്പാലം അപ്പുറം ഇവിടെ എല്ലാം വെള്ളമായിട്ടുണ്ട്. എങ്കിലും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടോ? ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. ഇതുവരെ ഫയർഫോഴ്സ് രാവിലെ ഒരു വണ്ടി ഇതിലേ പോയായിരുന്നു. എല്ലാം ഉണ്ട്, അവരുണ്ടാവാത്തുണ്ട്. അതേക്ക് നല്ല ഒഴുക്കാണോ? തീർച്ചയായും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന ഈ റോഡിലാണ് വലിയ രീതിയിലുള്ള ഒഴുക്ക്. നമുക്കിപ്പോൾ ഈ ജീപ്പുകളൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ജീപ്പുകളിലൊക്കെ അങ്ങോട്ടേക്ക് ഈ പോകുന്ന ആളുകളാണ്. അങ്ങോട്ടേക്ക് പോവാണോ? ചെറുതായിട്ടൊന്ന് പോയി നോക്കാം.
അപ്പോൾ ജീപ്പുകളിലൊക്കെ ഇവിടെയുള്ള യുവാക്കളൊക്കെ ചേർന്ന് അങ്ങോട്ടേക്ക് ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരൊക്കെ അവിടെ പോയ ശേഷം അവിടെയുള്ള ആരെങ്കിലും കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ആറന്മുള ജംഗ്ഷനിലാണ്. അമ്പലത്തിലേക്കുള്ള റോഡും അതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങളിലേക്കുള്ള റോഡുകളുമൊക്കെ ഇത്തരത്തിൽ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒഴുക്ക് അങ്ങനെ തന്നെ ശക്തമായി തുടരുകയാണ്. മുകളിൽ നിന്നും വരുന്ന വെള്ളമായതുകൊണ്ട് തന്നെ ശക്തിയായി ഒഴുകിയെത്തുമ്പോൾ ഇവിടെയുള്ള സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കുമൊക്കെ വെള്ളം കയറുന്നുണ്ട് എന്നുള്ളതാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ചെറിയ രീതിയിലൊക്കെ വെള്ളം കയറിയെങ്കിലും ഇത്തരത്തിൽ 2018 പ്രളയത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനുശേഷമാണ് വീണ്ടും ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. മഴ ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ, നദിയിലെ ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ കൂടുതൽ ആശങ്കാജനകമാകും കാര്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് അവരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഭാഗത്തേക്ക് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരെയൊന്നും കാണാനില്ല. എങ്കിൽ പോലും അപ്പുറത്തേക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ചില വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അവരെയൊക്കെ അവിടെ നിന്നും മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനമൊക്കെ ആ ഭാഗത്താണ് തുടരുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള ഒരു സാഹചര്യം, അതായത് ഈ ജംഗ്ഷനിലേക്ക് വെള്ളം റോഡിലൂടെ ഒഴുകി എത്തുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഇവിടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ഉള്ളിലേക്ക് കയറുന്നില്ല. കാരണം ആ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിലേക്ക് കയറുന്നില്ല. എങ്കിൽ പോലും ചില സ്ഥാപനങ്ങൾക്കുള്ളിലേക്ക് വെള്ളം ഇരച്ച് കയറുന്നത് നമുക്ക് കാണാം. അതേസമയം തന്നെ ഈ ഒഴുക്ക് ഇങ്ങനെ ശക്തമായി തുടരുകയാണ്. ഇന്ന് നേരത്തെ റാന്നിയിലൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു വെള്ളപ്പൊക്കം, അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് വെള്ളം ഇരച്ചെത്തുന്നത്. കാരണം ഈ ഒഴുകിയെത്തുന്ന വെള്ളം എന്ന് പറയുന്നത് ഈ ആറന്മുളയിലൂടെയാണ്. ആറന്മുളയുടെ ടൗണിലേക്ക്, ടൗണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ വെള്ളം ഇരച്ചെത്തുകയാണ്. ആശങ്കാജനകം എന്ന് പറയാം. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെ ഒരു അനുഭവം എന്ന് പറയുന്നത് 2018 അതിനുശേഷമുള്ള ഈ ഒരു സാഹചര്യം അത് എങ്ങനെയാണ് അതിജീവിക്കുക എന്നുള്ള ഒരു ആശങ്ക അവരുടെ എല്ലാം മനസ്സിലുണ്ട്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം ഒരു ഭാഗത്ത് തുടരുന്നു. അതേസമയം തന്നെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ അവിടെ താമസിക്കുന്നവരെ എത്രയും വേഗം മറ്റിടങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവർക്ക് മുന്നിലുള്ള ദൗത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സന്നദ്ധ സംഘടനകളും അതോടൊപ്പം തന്നെ ഒപ്പമുള്ള നാട്ടുകാരും യുവജനങ്ങളും എല്ലാം ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവരൊക്കെ തന്നെ വാഹനങ്ങളിൽ ചില ഭാഗങ്ങളിലേക്ക് എത്തി ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നേരത്തെ ഒരു അമ്മയും അതോടൊപ്പം തന്നെ കുട്ടികളുമായി ആളുകളൊക്കെ ചേർന്ന് അവരെയൊക്കെ ഈ ഒഴുക്കിലൂടെ തന്നെ പിടിച്ചുകൊണ്ട് വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ ചെറിയ തോണികളൊക്കെ ആയി ആളുകൾ പോകുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ആ ഒഴുക്ക് എന്ന് പറയുന്നത് അത്രയധികം ശക്തിയോടുകൂടി ഒഴുകിയെത്തുന്നു. ഈ പുഴയിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം അത് വലിയ ശക്തിയോടെ ഒഴുകിയെത്തുമ്പോൾ ഈ ജംഗ്ഷനിലെ മുഴുവൻ സ്ഥാപനങ്ങളിലേക്കും അതോടൊപ്പം തന്നെ വീടുകളിലേക്കുമൊക്കെ ഇങ്ങനെ കുത്തിയൊലിച്ച് വരുമ്പോൾ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ അതിനെ അതിജീവിക്കാൻ ഏതൊക്കെ രീതിയിലാണോ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് ആ രീതിയിലെല്ലാം അവർ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ചേട്ടനെ കാണാം. നമുക്ക് ആ ഭാഗത്തൊക്കെ വലിയ ഒഴുക്കോടുകൂടി വെള്ളം എത്തുമ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ നടന്നു വരികയാണ്. ഈ ഭാഗത്തേക്കൊക്കെ പോവുകയാണ്. ചേട്ടാ എങ്ങോട്ടാ? നാൽക്കാലിക്കൽ വെള്ളമാണല്ലോ. ഏത് ഭാഗത്ത് പോയി വെള്ളം അങ്ങനെ നേരത്തെ 2018 ഇതേ. അയ്യോ 18 കഷ്ടം തോന്നുന്നു. അതുപോലെ ഇപ്പം വരുന്നത് വീടുകളിലേക്ക് വെള്ളം കയറുന്നുണ്ട്. ആളുകളൊക്കെ ആ വീടുകളിലേക്ക് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ആളുകളൊക്കെ വേറെ സ്ഥലത്തൊക്കെ സ്കൂളുകളിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നാൽക്കാലിക്കൽ സ്കൂളും കോഴിപ്പാടത്തെ അവിടെ സ്കൂളുണ്ട്. 2 സ്കൂളിലൊക്കെ മാറ്റാൻ പറഞ്ഞേക്കുന്നത്. എനിക്ക് റേഷൻ കടയാണ്. അതിൻ്റെ സാധനങ്ങൾ മാറ്റി വെച്ചിട്ട് വരിക. അവിടെ പൊക്കത്തിലാണ് ഇരിക്കുന്നത്. ആണ് എന്നാൽ അവിടെ വെള്ളം കയറിയില്ല. പക്ഷെ പിന്നെ എനിക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് വരാൻ പറ്റത്തില്ല. ആ ഭാഗത്തുള്ള വെള്ളമാകും. അതുകൊണ്ട് മാറ്റി വെച്ചിട്ട് വരിക. വിട്ടോട്ടെ. അപ്പോൾ അതായത് ഈ വാഹനങ്ങളൊക്കെ ഇങ്ങോട്ട് പോകുമ്പോഴും ഈ നടന്ന് പോകുന്ന ആളുകളാണ്. അതായത് ആ ചേട്ടനൊരു റേഷൻ കടയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ സാധനങ്ങളൊക്കെ മാറ്റി വെച്ച ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. കാരണം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വീടുകളിലേക്ക് പോകുന്ന കാര്യം ബുദ്ധിമുട്ടാവും. അതോടൊപ്പം തന്നെ തിരിച്ചിങ്ങോട്ടേക്കും അദ്ദേഹത്തിന് വരാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി കൂടുതൽ വെള്ളം ഈ ഭാഗത്തേക്ക് കയറുമോ എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ആശങ്ക. കാരണം 2018 ഉണ്ടായ പോലെ ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടാകുമോ എന്നുള്ള കാര്യം തന്നെയാണ് അവരൊക്കെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. കാരണം അത്രയധികം ഒഴുക്കുണ്ട്.
ഈ മനോജ്, ഭാഗത്തേക്ക് വെള്ളം വല്ലാത്തൊരു പ്രളയ സമാന സാഹചര്യമാണ് ഇപ്പോൾ ആറന്മുളയിൽ ഉടലെടുത്തിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴ സംഹാര താണ്ഡവമാടുകയാണ്. 5 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് 9 ജില്ലകളിൽ റെഡ് അലർട്ടും 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആറന്മുളയിലടക്കം വലിയ രീതിയിൽ വെള്ളം പൊങ്ങുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. രക്ഷാപ്രവർത്തകരൊക്കെ എത്തി രക്ഷാപ്രവർത്തനം സജീവമായി തുടരുമ്പോഴും മിക്കയിടങ്ങളിലും ബന്ധപ്പെട്ട അധികൃതർ എത്തുന്നില്ല എന്നുള്ള ആരോപണങ്ങൾ കൂടി ഉയരുന്നുണ്ട്.